മഴ വീണ്ടും വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലകളിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൻ്റെ പൂർണ്ണമായ വിശകലനത്തിന് വേണ്ടി വീണ്ടും ഇന്നും കളക്ടർമാരുമായിട്ടുള്ള കൂടിയാലോചന ഇക്കാര്യത്തിൽ നടത്തുകയാണ്. നേരത്തെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അതത് സമയങ്ങളിൽ ജില്ലാ നിലവാരത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും സർക്കാരും റവന്യൂ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും ഒക്കെ കൃത്യതയോടുകൂടി വിലയിരുത്തി പോകുന്നുണ്ട്. ഇപ്പോൾ മധ്യകേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ ഒരു 3 ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണ്ണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് ഒരു മോഡറേറ്റ് റെയിൻ്റെ സ്വഭാവം മാറി അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ മറ്റന്നാൾ വരെ കേരളത്തിലുണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. അലർട്ടുകൾ ഉച്ചയ്ക്ക് ലഭ്യമായത് നിങ്ങളോട് പറഞ്ഞു. ഇപ്പോഴത്തെ ലഭ്യമായ ഉച്ചയ്ക്കലത്തെ അലർട്ട് അനുസരിച്ച് നാളെ കണ്ണൂരിലും വയനാടിലും ഓറഞ്ച് അലർട്ട് തന്നെയാണ്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. അപ്പോൾ ആ വിധത്തിൽ അലർട്ടിൻ്റെ സ്വഭാവം ഒരുപക്ഷെ എപ്പോഴും മാറി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഓറഞ്ച് അലർട്ട് പൊതുവായി നിലനിൽക്കുന്നു എന്ന ധാരണയോടുകൂടി തന്നെ ഓറഞ്ച് ബുക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ധരിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ ഏജൻസി ഒക്കെ ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങളനുസരിച്ച് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തീവ്രമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അളവിൽ കൂടുതൽ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സാധാരണ കാണാത്തതുപോലെ കഴിഞ്ഞ മെയ് അവസാനത്തിലും അത് നമുക്ക് മെയ് പകുതിയിലും അത് നമുക്ക് നല്ലതുപോലെ കാണാനുണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഈ വർഷത്തെ തന്നെ കാലവർഷ സീസണിലെ ഏറ്റവും വലിയ മഴയാണിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇന്ന് രേഖപ്പെടുത്തിയ മഴയനുസരിച്ച് ഏവറേജ് 69.6 മില്ലിമീറ്റർ മഴ കേരളത്തിലുണ്ടായി. സമീപ ഭൂതകാലത്തൊന്നും അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല. മാത്രമല്ല ഈ കാലവർഷക്കാലത്ത് ഏറ്റവും കൂടുതലായി മഴ രേഖപ്പെടുത്തിയ ഒരു കണക്കുമാണത്. ജില്ലകളിലെടുത്ത് നോക്കിയാൽ ശരാശരി 103 മില്ലിലിറ്റർ മഴ കോട്ടയത്തും 99.8 മില്ലിമീറ്റർ മഴ വയനാട്ടിലും 89.2 മില്ലിമീറ്റർ മഴ കണ്ണൂരിലും 85 മില്ലിമീറ്റർ മഴ കാസർഗോഡും 80 മില്ലിമീറ്റർ മഴ എറണാകുളത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ക് പരിശോധിച്ചാൽ വളരെ തീവ്രമായിട്ടുള്ള മഴയാണ് വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ജില്ലയ്ക്ക് താഴെ പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് രേഖപ്പെടുത്തിയ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലാണ്. 199 മില്ലിലിറ്റർ മഴ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ മഴയാണ് 199 മില്ലിലിറ്റർ മഴ. ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഈ സീസണിലുള്ള ഏറ്റവും വലിയ മഴയാണിത്. കോട്ടയത്ത് 174 വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഡാമിൽ 165 മില്ലിമീറ്റർ വീതവുമുള്ള മഴ രേഖപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കണക്കുകൾ രേഖപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 220ഓളം സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ സൈറൻ, ഏറ്റവും അപകടകരമായിട്ടുള്ള ഫലങ്ങളുണ്ടായാൽ പെട്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള സൈറനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ഗുണകരമായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളായി മാറി എന്നാണ് ഇന്നലത്തെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. GFSഉം IBMഉം 126ഓളം മഴമാപിനികളും നമ്മുടെ സംസ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. അതായത് 252 മഴമാപിനികളും സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്. കേന്ദ്ര ജല കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ഇന്ന് മടമൺ സ്റ്റേഷൻ ഉൾപ്പെടുന്ന പമ്പാ നദിയിലും മണിമല നദിയിലെ കല്ലുപാറ സ്റ്റേഷനിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസമാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ സ്റ്റേഷൻ അടക്കം അച്ചൻകോവിൽ നദിയിലും കോട്ടയം ജില്ലയിലെ മണിമല നദിയുടെ ഭാഗമായിട്ടുള്ള പുല്ലാക്കയർ സ്റ്റേഷനിലും ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നദിയുടെ ഭാഗമായിട്ടുള്ള മണക്കാട് സ്റ്റേഷനിലും സെൻട്രൽ വാട്ടർ അതോറിറ്റി യെല്ലോ അലർട്ട് കൂടി ഇന്നത്തെ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടകരമായ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഡാമുകളിൽ വെള്ളം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും അരുവിക്കര, കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പാമ്പ്ള, പെരിങ്ങൽകുത്ത്
ഇപ്പോൾ 3 ഷട്ടറുകൾ വീതം 3 മീറ്റർ ഉയർത്തിയിട്ടുള്ള മലങ്കര ഈ സ്ഥലങ്ങളിലെ ഡാമുകളാണ് ഇപ്പോൾ തുറന്നു വെച്ചിട്ടുള്ള ഡാമുകൾ. ഭാഗികമായും ആവശ്യമുള്ള അത്രയും വെള്ളം മാത്രമേ പുറത്തോട്ട് പോകുന്നുള്ളൂ. ഓറഞ്ച് ബുക്ക് പറയപ്രകാരമുള്ള റൂൾ കർവിനെ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 NDRF ടീമിനെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വിന്യസിപ്പിച്ച് കഴിഞ്ഞു. കേരളത്തിലുള്ളത് ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, എറണാകുളം, മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ, വയനാട് ഈ 9 ജില്ലകളിലാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള NDRF ടീമിനെ വിനിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാലവർഷക്കാറ്റിൻ്റെ കേരളത്തിലുള്ള ഗതിവേഗം 45 മുതൽ 55 വരെ കിലോമീറ്റർ ആയതുകൊണ്ട് യാത്ര വളരെ ഗൗരവമായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മലയോരത്ത് പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് രാത്രി യാത്ര നിരോധിക്കാനുള്ള ഒരു പൊതു ചർച്ചയാണ് കളക്ടർമാരുടെ യോഗത്തിനിടയിൽ ഉയർന്നു വന്ന ആവശ്യമായി വന്നത്. അത്തരം അനിവാര്യമായ ഘട്ടത്തിൽ ആ യാത്ര നിരോധിക്കാം എന്ന് തന്നെയാണ് സർക്കാർ ഇന്ന് ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തത്. എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമായി വന്ന ഒരു കാര്യം, ഈ മഴ ഇങ്ങനെ കനക്കുകയും കാറ്റ് ശക്തമായി വീശുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ, അതിന് നേതൃത്വപരമായ പങ്ക് റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ചെയ്യണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ മുമ്പാകെ വരുന്ന മുഴുവൻ അപേക്ഷകളിലും വളരെ വേഗതയിൽ സ്ഥലം നോക്കി സബ് കളക്ടറോ RDO അത് മുറിച്ചു മാറ്റാൻ ആവശ്യമെങ്കിൽ അനുവാദം കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാകരുത്. അതിന് കാലക്രമേണ ഓരോ സ്ഥലങ്ങളിലായി, ഓഫീസുകളിലായി പോയി കാത്തിരിക്കാൻ നിൽക്കരുത്. അപേക്ഷ ലഭ്യമായാൽ ഏറ്റവും പെട്ടെന്ന് അത് പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കണം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ 238 പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ ദുരന്ത നിവാരണ ഘട്ടത്തിൽ അത്തരം മരങ്ങൾ മുറിക്കാനുള്ള ഓർഡർ കൊടുക്കാൻ സാധ്യമാകും. അതവർ ചെയ്യണം. വിവിധ വകുപ്പുകളുടെ കയ്യിൽ നേരത്തെ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ഇത്തരം മരങ്ങളുടെ ഒരു പൊതുഹത്യയുടെ വഴിയായി ഇതിനെ ഉപയോഗപ്പെടുത്തരുത്. പക്ഷേ സുരക്ഷയുടെ ഭാഗമായി അനിവാര്യമെങ്കിൽ അത് മുറിക്കാനുള്ള സംവിധാനം അടിയന്തരമായിട്ടുണ്ടാകണം. ജില്ലാ കളക്ടർമാരോട് JDമാർ മുഖാന്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, RRTകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ പ്രാദേശികമായിട്ടുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്ക് തയ്യാറെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോ ടീം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം, ആവശ്യമായ ഉപകരണങ്ങളിലൂടെ. നേരത്തെ നമ്മളങ്ങനെ കണ്ടിരുന്നു, മരം മുറിക്കാനുള്ള ഉപകരണങ്ങൾ, കപ്പിയും കയറും ഉൾപ്പെടെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള സങ്കേതങ്ങൾ, ചെറിയ വള്ളങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി താഴെത്തലത്തിൽ ഒരുക്കാവുന്ന സൗകര്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ തുടങ്ങാം. ഇപ്പോൾ 4 ക്യാമ്പുകളിലായി 77 പേരാണ് ക്യാമ്പുകളിലേക്ക് വന്നിട്ടുള്ളൂ സംസ്ഥാനത്താകമാനം. പക്ഷേ അപകടകരമായ വിധത്തിലുള്ള സംവിധാനമുള്ള വീടുകൾ, അടച്ചുറപ്പ് ആക്കാൻ കഴിയാത്ത വീടുകൾ, മേൽക്കൂര പറന്നു പോകാൻ സാധ്യതയുള്ള വീടുകൾ, നേരത്തെ ഓറഞ്ച് ബുക്ക് പ്രകാരം അപകടകരമായ സ്ഥിതിവിശേഷമുള്ള സ്ഥലങ്ങളിലെ വീടുകൾ, വർണ്ണബിളാണെന്ന് തോന്നിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെ വീടുകൾ, ഇവിടെ നിന്നുള്ള ആളുകളെ മാറ്റുന്നതിലൊരു പ്രയാസവുമില്ല. വില്ലേജുകൾക്ക് ആവശ്യമായ സംഖ്യ ഇപ്പോൾ എല്ലാ ജില്ലയ്ക്കും സർക്കാർ 1 കോടി രൂപ വീതം ഈ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള സഹായമായി നൽകിയിട്ടുണ്ട്. വില്ലേജുകൾക്ക് ഇത്തരം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നേരത്തെ നമ്മൾ 25,000 രൂപ വരെ ഓരോ വില്ലേജിനും ഡിസംബർ മാസം വരെ ഉപയോഗിക്കാവുന്ന തലത്തിൽ വില്ലേജ് ഓഫീസറുടെ അക്കൗണ്ടിലേക്ക് നേരത്തെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജില്ലകളോട് താൽക്കാലികമായി നിർദ്ദേശിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടർമാർക്ക് ആവശ്യമായിട്ടുള്ള വില്ലേജുകൾക്ക് ഈ പറയുന്ന 25,000 രൂപ വരുന്ന സംഖ്യയോളം വരുന്ന പണം ആവശ്യമായ ഘട്ടത്തിൽ അനുവദിക്കാനുള്ള അനുവാദം ജില്ലാ കളക്ടർമാർക്ക് പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട്. ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ അവർ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്കുകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന 24/7 എന്ന് പറയപ്പെടാവുന്ന DOC, ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ, താലൂക്ക് കേന്ദ്രങ്ങളിൽ TOC, താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ഈ വരുന്ന ദിവസങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ സജ്ജമാകുന്ന വിധത്തിൽ നടത്തണം എന്ന് നിർബന്ധമായും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളം കൂടുകയും കാറ്റുണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ 2 കാര്യങ്ങൾ ആലോചിക്കണം. ഈ കേരളത്തിലെ താൽക്കാലികമായി സ്കൂളുകൾ ഒഴിവ് കിട്ടുമ്പോൾ പ്രത്യേകിച്ചും ആളുകൾ ജോലികൾക്ക് പോകാൻ പറ്റാത്ത നേരത്തും
വെള്ളത്തിലിറങ്ങി ഏതെങ്കിലും വിധത്തിലുള്ള കലാപരിപാടിക്കോ കായിക വിനോദങ്ങൾക്കോ ഇപ്പോൾ നേതൃത്വം നൽകരുത് ഒരു കാരണവശാലും. അങ്ങനെയാണെങ്കിൽ അത് പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തണം. ഇപ്പോൾ വെള്ളത്തിലിറങ്ങേണ്ട ഒരു ഘട്ടമല്ല. ജലാശയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളോ അപകടകരമായ വിധത്തിൽ റോഡ് കുറുകെ കിടക്കുന്ന സ്ഥിതിവിശേഷമോ ഒന്നും ഈ ഘട്ടത്തിൽ വെള്ളത്തിലൂടെ ഉണ്ടാകാൻ അവസരം ഉണ്ടാകരുത്. അതുപോലെ തന്നെ പ്രധാനമാണ് വനമേഖലകളിലുള്ള ട്രക്കിങ്. ആ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. ഇത് ബന്ധപ്പെട്ട അധികാരികൾ പറയണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ലീവ് എടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ലീവ് പൂർണ്ണമായും ക്യാൻസൽ ചെയ്യണം. ഈ 3 ദിവസങ്ങളിൽ അവരുടെ അധികാര പരിധി, വില്ലേജ് ഓഫീസറാണെങ്കിൽ വില്ലേജ് അധികാര പരിധിയിൽ, താലൂക്ക് ഓഫീസറാണെങ്കിൽ താലൂക്ക് അധികാര പരിധിയിൽ, മറ്റുദ്യോഗസ്ഥന്മാർ അവരുടെ റവന്യൂ അധികാര പരിധിയിൽ തന്നെ ക്യാമ്പ് ചെയ്യണം. വേറെ പുറത്തേക്ക് പോകാൻ അപകടം ഉള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് അവസരം ഉണ്ടാകരുത്. ആ വിധത്തിൽ നോക്കണം. നാശനഷ്ടങ്ങൾ നമുക്ക് തടുക്കാൻ കഴിയാത്ത വിധത്തിലാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട നേരമല്ല. എങ്കിലും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അത് വളരെ ബോധപൂർവം കൈകാര്യം ചെയ്ത് ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കൊരു സമാധാനം കൂടി ഉണ്ടാകാൻ അവിടെ നേരിട്ട് ഏറ്റവും പെട്ടെന്ന് പോയി നാശനഷ്ടങ്ങൾ നോക്കിക്കണ്ട് അത് രജിസ്റ്റർ ചെയ്ത് ബില്ലിങ്ങുകളുടെ കേടുപാടുകൾ നിർണ്ണയിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എഇമാരെയാണ് ചുമതലപ്പെടുത്തിയത്. അവരുടെ കയ്യിൽ നിന്ന് എസ്റ്റിമേറ്റ് മേടിച്ച് ഇവിടെ സമർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്നാണ് മറ്റൊന്ന് പറയാനുള്ളത്. ഒരു കാര്യം കർശനമായി മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാർക്കുള്ള നിർദ്ദേശത്തിലൂടെയും നമ്മൾ നൽകിയിട്ടുണ്ട്. അത് വളരെ അപകടകരമായ വിധത്തിൽ, എത്ര പറഞ്ഞിട്ടും മതിയാകാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയയിലെ അനാവശ്യമായ കമൻറ്റുകൾ, അനാവശ്യമായ പ്രയോഗങ്ങൾ, അനാവശ്യമായ ലൈവ്, അനാവശ്യമായ വിധത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവങ്ങൾ മൂർച്ചയോടെ ജനങ്ങളുടെ ആശങ്കയിൽ കൊണ്ടുവരാനുള്ള സ്ഥിതിവിശേഷം ഇത് കർശനമായും നിരുത്സാഹപ്പെടുത്തണം. ആ വിധത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരായി വേണ്ട വിധത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കളക്ടർമാർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അവരാ നടപടികളിൽ കേന്ദ്രീകരിക്കണം. ജൂലൈ മാസം ആദ്യത്തിൽ വീണ്ടും മഴയുണ്ടാകും. ഇപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളുമായി ഇപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിച്ച സാഹചര്യങ്ങളാൽ കാലവർഷത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു പൊതു തോർച്ചയുണ്ടാകും. എങ്കിലും ജൂലൈ മാസത്തിൽ വീണ്ടും മഴ കനക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നൽകിയ മുന്നറിയിപ്പുകളെല്ലാം പാലിച്ചുകൊണ്ട് അപകടം വന്നതിന് ശേഷം ചർച്ച ചെയ്യാനല്ല, ഇങ്ങനെ ഒരു അപകടം വരാൻ ഇടയായത് ഇന്നതുകൊണ്ടല്ലേ എന്ന് വിമർശിക്കാനുമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും ഒരപകടവും ഉണ്ടാകാത്ത വിധം വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. മാധ്യമങ്ങളിൽ എവിടെയോ പത്തനംതിട്ട ജില്ലയിൽ 400 പേർ ഒറ്റപ്പെട്ടു എന്ന വിധത്തിലുള്ള ചില വാർത്തകൾ കാണിക്കുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ കുറുമ്പുമൊഴിയിൽ അവിടുത്തെ കോളനിയുമായി ബന്ധപ്പെട്ട് വെള്ളം കയറിയ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് വളരെ അടിയന്തരമായി അതിനകത്തുള്ള കോളനിയിൽ ഏത് വിധേനയും നമ്മുടെ ആളുകളെ എത്തിക്കാനും അവിടെ നിന്ന് രോഗം കൂടുതലാവുകയോ അതുപോലെ തന്നെ പൂർണ്ണമായ ഗർഭിണികളായി പ്രഗ്നൻ്റായിരിക്കുകയോ ചെയ്യുന്ന ആളുകളെ ഒറ്റപ്പെടുന്ന കേന്ദ്രങ്ങളിൽ നിർത്താതെ ആശുപത്രികളിലേക്ക് തന്നെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ നേരത്തെ ഞാൻ തന്നെ കുറുമ്പുമൊഴിയിൽ കഴിഞ്ഞ തവണ അപകടം ഉണ്ടായപ്പോൾ പോയതാണ്. ചിലപ്പോൾ ഒരു ദ്വീപ് പോലെ ഒരു നഗരാകെ ഒറ്റപ്പെടും. ആളുകൾക്ക് അങ്ങ് കിടക്കാനും ഭക്ഷണം കൊടുക്കാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത്തരം കേന്ദ്രങ്ങളിൽ, അത്തരം സങ്കേതങ്ങളിൽ, അത്തരം നഗറുകളിൽ ആവശ്യമായ ഭക്ഷണം കരുതുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാൻ ഇനി തൽക്കാലം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും ഒക്കെയുള്ള ശ്രദ്ധയുണ്ടാകണം. കളക്ടർമാരോട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും മറ്റെല്ലാ ആളുകളെയും വിന്യസിപ്പിച്ചുകൊണ്ട് ഡി ഓഫീസുകളിൽ പോലീസും ദുരന്ത നിവാരണ വകുപ്പും റവന്യൂവും അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പും ഇലക്ട്രിസിറ്റി വകുപ്പും പോലീസും എല്ലാം സംയുക്തമായി ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്നും ആലോചിച്ചിട്ടുണ്ട്. അപകടകരമായൊരു സ്ഥിതിവിശേഷമില്ല. എല്ലാത്തിനെയും നേരിടാൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാനത്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. പിന്നെ നമുക്ക് നേരത്തെ പ്രവചിക്കാനും വിവരിക്കാനും കഴിയാത്ത വിധത്തിലാണ് പലയിടത്തും വെള്ളം കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അളവ് കൂടുതലായതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇത്ര മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലുണ്ടാകും. വെള്ളക്കെട്ട് കളിക്കാനുള്ളതല്ല, അത് വളരെ സൂക്ഷ്മതയോടെ കാണാനുള്ളതാണെന്ന് കുട്ടികളെ കൂടി ബോധ്യപ്പെടുത്തണം. ജില്ലകളിൽ അനിവാര്യമാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി നൽകുന്നതിൽ വിരോധമില്ല. പക്ഷേ അത് വളരെ അനിവാര്യമായ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്.